الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ബറക്കത്തിന്റെ മാസമായ റജബ് നമുക്കിന്ന് ഒന്നായി പിറന്നിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഈ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളെല്ലാം ധാരാളം ഖൈറുകളും ബറക്കത്തുകളും നൽകട്ടെ. ദുആയുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുള്ള മാസം കൂടിയാണ് റജബ്. അള്ളാഹു നമ്മുടെ ദുആകളൊക്കെ കബൂലാക്കട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനാ രീതി, അത് പയറ്റി നോക്കിയിട്ട് വിജയം കണ്ടൊരു ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്താറുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ശ്രേഷ്ഠനായൊരു സഹാബി, ചരിത്ര പുരുഷനാണ്, വലിയൊരു യോദ്ധാവാണ്, ഒരു സൈന്യാധിപനാണ്. പിൽക്കാലത്ത് ചില രാജ്യങ്ങളുടെ അധികാരിയായി നിയമിക്കപ്പെട്ടൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹബീബ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു. റോമാക്കാരുമായി നടന്നിട്ടുള്ള യുദ്ധങ്ങളിലെല്ലാം പങ്കെടുത്തു. 11 വയസ്സ് മുതൽ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അണിചേർന്ന് നിന്നൊരു യോദ്ധാവാണ് ഹബീബ് ഇബ്നു മസ്ലമ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അന്നഹു ഉമ്മിറ അലാ ജയ്ശ്. ഒരു വേള ഒരു യുദ്ധസംഘത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടു. ഫഅതൽ അദുവ. അങ്ങനെ ശത്രു സംഘം തമ്പടിച്ചിട്ടുള്ള ആ ഭാഗത്തേക്ക് മഹാനവറുകൾ ചെന്നു. എന്നിട്ട് അവിടെ തനിക്കും തന്റെ കൂട്ടുകാർക്കെല്ലാം കൂടി ടെന്റൊരുക്കി, ഹൈമയൊരുക്കി അവിടെ ഇരുന്നു. എന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് ഈ സഹാബിയായ ഹബീബ് ഇബ്നു മസ്ലമ പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യജ്തമിഉ ഖൗമുൻ ഫയദഉ ബഅദുഹും വയുഅമ്മിന ബഅദുഹും ഇല്ലാ അജാബഹും അല്ലാഹു തആല. ഒരു സംഘം ആളുകൾ ഒരിടത്ത് ഒരുമിച്ച് കൂടുകയും അതിലൊരാൾ ദുആ ചെയ്യുകയും ബാക്കിയുള്ളവർ ആ ദുആക്ക് ആമീൻ പറയുകയും ചെയ്താൽ അവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യാതിരിക്കൂല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നേതാവാണ് പറയുന്നത് അനുയായികളോട്. ഞാൻ നബി പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു സംഘം ആളുകൾ ഒരിടത്ത് ഒരുമിച്ച് കൂടി ഒരാൾ ദുആരുന്ന് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞാൽ കുറച്ചാൾ ദ്വാരക്ക കുറച്ചാൾ ആമീൻ പറയാ എന്നാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. ഇതിന്റെ വിശദീകരണം വേറൊരു ഹദീസിൽ കാണാം, ഒരാൾ ദ്വാരക്ക ബാക്കിയുള്ളവർ ആമീൻ പറയാ. അപ്പൊ ഒരു കൂട്ടുപ്രാർത്ഥന, ആ കൂട്ടുപ്രാർത്ഥനക്ക് എന്തായാലും ഉത്തരം കിട്ടുമെന്ന് അള്ളാന്റെ ദൂതര് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് മഹാനവറുകൾ ചരിത്രം പറയുന്നത്. തുമ്മ ഇന്നഹു, പിന്നീട് ഇദ്ദേഹം ഹബീബ് ഇബ്നു മസ്ലമ എന്ന സഹാബി ഹമിദല്ലാഹ വ അസ്ന അലൈഹി, പ്രാർത്ഥനയുടെ പ്രാരംഭമായി ചൊല്ലാറുള്ള ഹംദും സ്തുതിവചനങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ സാധാരണ ദുആർക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് സ്തുതി പറഞ്ഞുകൊണ്ടാണല്ലോ ദുആ പറയുക, ദുആർക്ക്. അതുപോലെ ഹബീബ് ഇബ്നു മസ്ലമ ദുആകളുടെ ആരംഭം കുറിച്ചു. വഖാല, എന്നിട്ട് ആ ദുആയിൽ ഉൾപ്പെടുത്തി പറഞ്ഞു. എന്താണ്? اللهم احقن دماءنا واجعل اجورنا اجور الشهداء. ബാക്കിയുള്ളവർ ആമീൻ പറയാണ്. ഹബീബ് ഇബ്നു മസ്ലമ ദുആർക്കാണ്, അല്ലാഹുമ്മ അഹ്ഖിൻ ദിമാഅന, പടച്ചോനെ ഞങ്ങളുടെ രക്തത്തിന് സുരക്ഷ തരണം, സംരക്ഷണം തരണം. ഇവിടെ രക്തം ചിന്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. വജഅൽ ഉജൂറനാ ഉജൂറ ശുഹദാ, ഞങ്ങൾക്ക് തരുന്ന പ്രതിഫലം ശുഹദാക്കൾക്ക് നൽകുന്ന പ്രതിഫലമാവുകയും വേണം പടച്ചവനെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു രക്തച്ചൊരിച്ചലോ സംഘർഷമോ സംഘട്ടനോ ഒന്നും ഉണ്ടാകാതെ ഈ പ്രശ്നം, ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം, കലാശിക്കണം. ഞങ്ങളുടെ രക്തത്തിന് സുരക്ഷ വേണം, ഞങ്ങൾക്ക് പ്രതിഫലം, ശുഹദാക്കൾ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം, അത് ഞങ്ങൾക്ക് എന്താക്കണം, തരണം പടച്ചവനെ. അങ്ങനെ അവർ ടെന്റിൽ കഴിയവെയാണ് അത്ഭുതം ഉണ്ടാവുന്നത്. ഇത് നസല അമീറുൽ അദുവി,
ശത്രു സംഘത്തിന്റെ നേതാവ് വരികയാണ്, വിരുന്ന് വരും പോലെ വരികയാണ്. ഹബീബ് ഇബ്നു മസ്ലമ ഇരിക്കുന്ന ടെന്റിന്റെ ഉള്ളിലേക്ക് ശത്രു സംഘത്തിന്റെ തലവൻ നേരെ കയറി വരികയാണ്, കൈ കൊടുക്കുകയാണ്. അവിടെ സന്ധ്യ സംഭാഷണം നടക്കുകയാണ്. ഒരു യുദ്ധവും സംഘർഷവും ഇല്ലാതെ പിരിഞ്ഞു പോവുക. ഈ ഒരു സംഭവം കിതാബുകളിൽ കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ ദൂതർ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ രൂപം, അതിന്റെ ഫലം കണ്ട രീതിയാണ് പറയുന്നത്. എത്ര വ്യക്തമാണ്. മഹാനവറുകൾ ഇരുന്നത് ദ്വാര വർത്താൻ ഇവിടെ നിന്ന് യുദ്ധം നടക്കരുത്, രക്തചൊരിച്ചൽ ഉണ്ടാകരുത്, ഒരു സംഘട്ടനം വേണ്ട, ഞങ്ങൾക്ക് കൂലി കിട്ടുകയും വേണം, ഷഹീദിന്റെ കൂലി കിട്ടണം, രക്തചൊരിച്ചൽ ഉണ്ടാകാനും പാടില്ല. ആ പറഞ്ഞതുപോലെ തന്നെ ആ ശത്രുക്കളുടെ നേതാവ് നേരെ തിരിച്ച് ഇദ്ദേഹത്തിന്റെ ടെന്റിൽ വന്ന് പരസ്പരം സംസാരിച്ച് യുദ്ധരഹിതമായി അതങ്ങോട്ട് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പങ്കെടുത്ത കൂലിയും കിട്ടി, രക്തചൊരിച്ചൽ ഉണ്ടായില്ല. അങ്ങനെ ആ പ്രതിഫലം, പ്രാർത്ഥനയുടെ ഫലം ചെറുതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ വാക്ക്, ആ കേട്ടതുപോലെ സ്വഹാബി പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ അതിന് കാണുന്ന ഗുണഫലങ്ങളാണ് ഈ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും നല്ലൊരു അത്ഭുതം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മാനെ ഉംറയ്ക്ക് യാത്ര അയക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയി 3 മക്കളും ബാപ്പയും തിരിച്ച് കാറിൽ വരവേ കാർ അപകടത്തിൽപ്പെട്ടു. കാർ ഇടിച്ചിട്ട് 10 അടി താഴ്ചയിലെ കുഴിയിലേക്ക് വീണു. കാറ് ഒരു നന്നാക്കി എടുക്കാൻ പോലും പറ്റാത്ത പരുവത്തിലായി തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. പക്ഷേ ഈ 3 കുട്ടികൾക്കും ബാപ്പാക്കും ഒരു പോറലേറ്റില്ല എന്ന് മാത്രമല്ല, തൽക്കാലം ഒരു ആശുപത്രിയിൽ ടെസ്റ്റിന് വേണ്ടി പോകേണ്ട സ്ഥിതി പോലും ഇല്ലാതെ ഒരു പോറലും ഏൽക്കാണ്ട് സുരക്ഷിതരായി. അൽഹംദുലില്ലാഹ്. ഞാനവിടെ പറഞ്ഞു ശുക്റിന്റെ സുജൂദ് ചെയ്യണം. അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ ശുക്റിന്റെ സുജൂദ് ചെയ്യേണ്ടത്, പടച്ചവനുക്കും വേണ്ടി നന്ദിയുടെ സുജൂദ്. അത് നമുക്ക് ഇസ്ലാമിൽ പറഞ്ഞതാ. വലിയൊരു നിഅമത്ത് നമുക്ക് ഉണ്ടായി, അല്ലെങ്കിൽ വലിയൊരു ആഫത്ത് നമുക്ക് തട്ടിപ്പോയി, അതിന് നമ്മൾ രക്ഷപ്പെട്ടു. എന്നാൽ അപ്പൊ ചെയ്യേണ്ടതാണ് ശുക്റിന്റെ സുജൂദ്. എന്തേ വേണ്ടു? വുളു ഉണ്ടാകണം. ഞാൻ അല്ലാഹ്ക്ക് വേണ്ടി ശുക്റിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലണം. നേരെ സുജൂദിലേക്ക് പോകണം. ഒറ്റ സുജൂദ് ചെയ്ത് ആ സുജൂദിൽ കിടന്ന് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി നന്നായിട്ട് ദ്വാരക്കണം. ആ തസ്ബീഹ് ചൊല്ലണം. അത് 3 ചൊല്ലാം, 11 വരെയും ചൊല്ലാം. 11 നമുക്ക് ചൊല്ലാം. തസ്ബീഹ് ചൊല്ലി എഴുന്നേറ്റിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, തക്ബീർ, സുജൂദ്, സലാം. ഈ 3 കാര്യങ്ങളെ ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അത് ചെയ്യണം. അങ്ങനത്തെ ഘട്ടത്തിലൊക്കെ നമ്മൾ സദഖ കൊടുക്കണം. കാരണം നന്ദിയായിട്ട് പടച്ചവൻ രക്ഷപ്പെടുത്തിയ വലിയ രക്ഷപ്പെടണം. ഒരു തകരാറുമില്ലാണ്ട് 3 ആൾക്കൊരു 4 ആൾക്കൊരു പ്രശ്നമില്ല. അൽഹംദുലില്ലാഹ്. പ്രാർത്ഥിച്ച് നമ്മളെവിടേക്ക് പോകുമ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ദ്വാരക്ക്. പടച്ചവനോട് പറഞ്ഞിട്ട് പോകും, ദ്വാരന്നിട്ട് പോകും. ആരെങ്കിലും വിളിച്ചിട്ട് ദ്വാരിപ്പിക്കും. ചില ആളുകൾ സ്വന്തമായിട്ട് ദ്വാരക്കാൻ അത്ര പ്രാക്ടീസ് പോരാത്തതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗുണം കൂടുതൽ കാണുമ്പോൾ വേറൊരാളെ വിളിച്ച് അയാളെ കൊണ്ട് ദ്വാരിപ്പിച്ച് എല്ലാവരും ആമീൻ പറഞ്ഞ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മര്യാദയാണ്. ഒരു കൂട്ടം ആളുകൾ ഒരിടത്ത് ഒരുമിച്ചുകൂടി ദുആ ചെയ്ത് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞാൽ അതിന് ഉത്തരം കൊടുത്തത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ 5 നേര നിസ്കാരത്തിന്റെ അനന്തരമൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ മുസ്ലിം സമ്പ്രദായമായി വന്നിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറുകളും സുരക്ഷയും പ്രദാനം ചെയ്യട്ടെ. റജബിലും ശഅബാനിലും അല്ലാഹു ബറക്കത്തുകൾ ധാരാളമാക്കട്ടെ. തുടർന്ന് വരുന്ന മഹാമാസമായിട്ടുള്ള റമളാനെ വേണ്ടതുപോലെ വരവേറ്റ് ആദരിച്ച് ബഹുമാനിച്ച് വേണ്ട കാര്യങ്ങളെ കൊണ്ടെല്ലാം ധന്യമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.